അപ്പൊ സാറിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 90-കളിൽ സോഷ്യലിസ്റ്റ് പാത എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് ഒരു തീവ്ര ഇടതുപക്ഷക്കാര് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ അത് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ആൾ ഞാനായിരുന്നു. അത് ആർക്കും അറിയത്തില്ലായിരുന്നു. 50 രൂപയ്ക്ക് കൊണ്ടുപോയത് വിൽക്കും. അങ്ങനെ ഞാൻ പരിചയപ്പെടുന്നത് ബിനോയ് പി ജെ എന്ന് പറയുന്ന ആൾ വഴിയായിരുന്നു. ഞാൻ ആ സോഷ്യലിസ്റ്റ് പാത ചങ്ങനാശ്ശേരിയിൽ വിൽക്കും. അന്നേ നമ്മൾ ചെറുതായിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ കുറിച്ച് കേൾക്കുന്നത്. ബിനോയിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ എനിക്ക് പറയുന്ന വിഷയത്തിലേക്ക് വരാൻ എളുപ്പമായിരിക്കുന്നത് കൊണ്ടാണ് പറയാം. അപ്പോൾ ബിനോയിയാണ് പരിചയപ്പെടുന്നത്. ഇങ്ങനെ ഒരു സാറുണ്ട്, ആലീസ് നഗറെ കുറിച്ച്, സാറിന്റെ ക്ലാസ്സുകളെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ കേട്ടു തുടങ്ങും. പിന്നെ യൂസറുമായിട്ട് ബന്ധപ്പെട്ട് സാർ അവിടെ വരുന്നു. പിന്നെ സാറിനെ കേൾക്കാൻ തുടങ്ങുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് വളരെ സൈലൻ്റായ ഒരു മനുഷ്യൻ, വേണ്ട രീതിയിൽ ഇയാൾ ഇടപെടുന്നുണ്ടോ കാര്യങ്ങളിൽ, ഇങ്ങനത്തെ ഒരു ധാരണയില്ല. പക്ഷെ പോകെ ആ ധാരണകൾ മാറുന്നു. വർഷങ്ങൾക്ക് ശേഷം സാർ എങ്ങനെയാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ DC ജോലി ചെയ്യുന്ന സമയത്ത് മായ ഏഞ്ചലോയെ ഞാനത്തെ ഒരു പ്രോജക്റ്റായിട്ട് ഞാൻ കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ ആത്മകഥകൾ മുഴുവനും മുൻപിൽ അതിലൊരു പുസ്തകം റൈറ്റ് വാങ്ങിച്ചെടുക്കാൻ പറ്റി. എന്തുകൊണ്ടാണ് കൂട്ടിലടിച്ച കിളികൾ കരയുന്നത്, വൈ ദ കേജഡ് ബേർഡ്സ് ആർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കൊണ്ടുവരുന്നു. അപ്പോൾ അത് ആര് തർജ്ജമ ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഉള്ളൊരു ഒരു പ്രശ്നമായിരുന്നു. കാരണം അത് സാമ്പ്രദായികമായി ഇവിടുത്തെ തർജ്ജമയിൽ കൂടി ആ പുസ്തകം വന്ന പുസ്തകം അർഹിക്കുന്ന ഒരു ഭാഷയിൽ അത് വരുമോ എന്നൊരു സംശയം തോന്നുന്നു. ഞാൻ ആ സമയത്ത് വീണ്ടും സമീപിക്കുന്നത് ബിനോയിയെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഭാഷയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ബിനോയോട് പറഞ്ഞു, ഇത് മലയാളത്തിൽ ഒരു പുസ്തകമായിട്ട് വരുമ്പോൾ ഇംഗ്ലീഷ് തർജ്ജമയല്ല എനിക്കിതിൽ നിന്ന് വേണ്ടതെന്ന് പറയുന്നു. അപ്പം ബിനോയ് അന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, സാറ് ക്ലാസ്സിൽ സംസാരിച്ചിരുന്നൊരു ഭാഷയുണ്ട്, അത് എന്ത് ഭാഷയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് അതൊന്ന് പിടിച്ചു നോക്കിയാൽ, ഇങ്ങനെ പറയുന്നത്, അതൊന്ന് പിടിച്ചു നോക്കിയാലെന്ന് പറയും. വാസ്തവത്തിൽ ആ പുസ്തകം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇനി കാണുമ്പോൾ എടുത്തു വരുന്ന വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളത്തിൽ ഇതുവരെയും തർജ്ജമ ചെയ്യപ്പെട്ട ഒരു ആഫ്രിക്കൻ പുസ്തകത്തിൽ നിന്ന് വിഭിന്നമായ ഒരു എഡിറ്റർ എന്ന നിലയിൽ ഒരു അഭിമാനം കൂടിയായിരുന്നു. അങ്ങനെ ഒരാളെ കൊണ്ട് ആ പുസ്തകം തർജ്ജമ ചെയ്യിക്കുന്നു. അതിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ തർക്കത്തിലാവുന്നു. അതിനകത്ത് എങ്ങനെയാണോ ഒരു കേരളത്തിലെ ഒരു ദളിത് കുടുംബത്തെ, കുറച്ചുകൂടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ദളിത് കുടുംബത്തിൽ എങ്ങനെയാണ് ഭാഷ സംവേദനം ചെയ്യപ്പെടുന്നത്, ആ രീതിയിൽ നമുക്കിത് മുന്നോട്ട് പോകാമെന്നാണ് ബിനോയ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സാറിന്റെ ഭാഷയെക്കുറിച്ച് രേണു പറഞ്ഞതിൽ എനിക്ക് ചെറിയ വിയോജിപ്പുകളുണ്ട്. അത് മോശം അർത്ഥത്തിലല്ല പറയുന്നത്. രേണു ഒരു ക്രിയേറ്റീവ് റൈറ്റർ എന്ന നിലയിൽ അത് കാണുന്നു. ഞാനതിനെ കാണുന്നത്, ഞാൻ പറഞ്ഞൊരു ഭാഷ എഡിറ്റർ എന്ന നിലയിലും ഭാഷ അധ്യാപകൻ എന്ന നിലയിലും, വാസ്തവത്തിൽ കേരളത്തിലെ ദളിതരുടെ ഇടയിൽ ഇപ്പോഴും മിസ്സിംഗ് ആയ ഒരു ഭാഷ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഭാഷയുടെ ഒരു വലിയ കുറവ് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഇപ്പോൾ നമ്മളുടെ ഭാഷ നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രഭാഷണങ്ങളിൽ, ആവശ്യമില്ലാത്ത രീതികളിൽ, സംസാരങ്ങളിൽ, അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊക്കെ ഭാഷ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സാറിൻ്റെ ഭാഷയുടെ ഒരു പ്രസക്തി. അത് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഷയെ സംബന്ധിക്കുന്ന ലേഖനം മാത്രമാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, കേരളത്തിലെ എല്ലാത്തരം ബുദ്ധിജീവികളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷയുണ്ട്. അതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ അവരതിൻ്റെ റൂട്ടായിട്ട് ഉപയോഗിച്ചത്, പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് മെത്തേഡ്സിലൊക്കെ നിങ്ങൾ പഠിക്കാൻ ചെല്ലുവാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഭാഷയുണ്ട് നമുക്ക്. ആ ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു കാലത്ത്, ഞാൻ ഇടതുപക്ഷക്കാരെന്ന് പറയുന്നില്ല, ഇവിടുത്തെ മാർക്സിയൻ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഇവർ പിൽക്കാലത്ത് ഭൗതിക ഭാഷയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഭൗതിക ഭാഷയുടെ ഒരു പ്രശ്നമാണ് സാറ് EMSനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു ഡോക്ടർ മന്മഥൻ. അദ്ദേഹം എൻ്റെ ഓർമ്മകാലങ്ങളിലൊക്കെ അദ്ദേഹം അന്ന് ആമം എന്നാണ് പറയുന്നത്. ഈ ഭ്രാന്തുള്ളവരെ കൂട്ടിയിടുന്ന സാധനത്തിന് ആമം എന്നാണ് പറയുന്നത്. ആമത്തിൽ കൂട്ടിയിടുന്ന ആൾ വല്ലപ്പോഴുമാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായ അവസ്ഥയിലേക്ക് വരാൻ പറ്റുന്നത്. ആ സമയത്ത് അദ്ദേഹം നമ്മുടെ വീടുകളിലെല്ലാം, നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടുകളിലൊക്കെ, നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്, ആ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇവരെ പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യരുത്. മറ്റൊന്ന്, ഇവിടെ ആരെങ്കിലും എന്നോട് ദേഷ്യം തോന്നില്ല, പൊളിറ്റിക്കലായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, അത് ജീവിതാനുഭവമാണ്. SFIക്കാരനാകരുത്. ഈ 2 നിർദ്ദേശങ്ങളാണ്. അത് ജീവിതത്തിൽ ഞാൻ കൃത്യമായിട്ട് പാലിക്കുകയും, എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. അത് ഞാൻ പിൽക്കാലത്ത് മനസ്സിലാക്കുന്നത്, ഡോക്ടർ RK വിശ്വാസ് എന്ന് പറയുന്ന ആളുടെ ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോഴായിരുന്നു
എന്താണ് മന്മഥൻ ഡോക്ടർ ഉദ്ദേശിച്ചിരുന്നതെന്നും എങ്ങനെയാണ് ഭാഷയെ സ്വാധീനിക്കുന്നതെന്നും ഭാഷ എങ്ങനെയാണ് അധികാരത്തിൻ്റെ, അതായത് ഈ നമ്മൾ നേരത്തെ പറയുന്ന താഴ്ന്നവരുടെ കൂടെ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു കാര്യം. അപ്പം ഞാൻ സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും ശിബിയെ ചെറിയ കാലം മുതൽ എനിക്കറിയാം. ഞങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, തർക്കമൊക്കെ ഉണ്ടാകുന്ന ഇഷ്ടംപോലെ. ശിബിയുടെ ഒരു പ്രത്യേകം വെച്ച് നിങ്ങൾക്ക് അറിയാം, വഴക്കുണ്ടാക്കലാണ് പ്രധാനപ്പെട്ട ഒരു ജോലി. പക്ഷെ തർക്കത്തിൽ പോകുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, സാർ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്ന ഭാഷയുടെ ഒരു പ്രത്യേകത, ഈ പറയുന്ന എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയത് സാറിന് എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് സാറിന് കിട്ടുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറഞ്ഞു 80കളിൽ അല്ലെങ്കിൽ 90കളിൽ ആലീസ് വാക്കറിനെയൊക്കെ പരിചയപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാണോ ഒരു ഓർഗാനിക്കായ ഒരു ദളിത് ഭാഷയിലേക്കോ അത് പ്രത്യേകിച്ചും അക്കാഡമിക് ഭാഷയിലേക്കോ ഞാൻ സാറിന് പുകഴ്ത്തുകയല്ല പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് പറയുന്നത്. അങ്ങനെ പരിചയപ്പെടുന്നു. അത് ഞാൻ ബെർണാഡ് വിത്ത് റെഫറൻസ് വെച്ച് പറയാൻ പറ്റും. ഇപ്പൊ ടോണി മോറിസൺ പുസ്തകത്തിന്റെ പേര് ഫുൾ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ വളരെ കൃത്യമായിട്ട് ഈ ആഫ്രിക്കൻ റൈറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ യൂറോസെൻട്രിക് ആയിട്ടുള്ള ബ്ലാക്ക് റൈറ്റേഴ്സിനെ കുറിച്ച്, പ്രത്യേകിച്ച് ജെയിംസ് ബാലുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ബ്രദർഹുഡിന്റെ ലാംഗ്വേജിനെ കുറിച്ച് അവർ പറയുന്നത്. ബ്രദർഹുഡിന്റെ ലാംഗ്വേജ് അതെനിക്ക് മിസ്സിംഗ് ആണെന്ന് പറയുന്നത്. കാരണം ഞാൻ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഭാഷ ഇല്ലാതായി പോകുന്നുണ്ടെന്ന് പറയുന്നത്. ആ ഭാഷയാണ് ശരിക്കും ആഫ്രിക്കൻ റൈറ്റേഴ്സും അല്ലെങ്കിൽ ജെയിംസ് ബാലുവിനെ പോലെയുള്ളവർ ഉപയോഗിക്കുന്ന ഭാഷ. ഒരു പുറം ലോകത്ത് നിൽക്കുന്ന അവരുടെ എക്സ്പീരിയൻസുകൾ അവരെങ്ങനെ ഭാഷയിൽ കൂടി അവതരിപ്പിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു. ഈ അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചന വാസ്തവത്തിൽ സാറിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു പ്രധാന വിച്ഛേദം എന്ന് പറയുന്നത് ഇവിടെ നിലനിന്നിരുന്ന സാമ്പ്രദായികമായ ഈ മാർസിയൻ ഐഡിയോളജിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇന്റലക്ച്വൽ ലാംഗ്വേജിനെ എപ്പോഴും സാർ ബോധപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സ്വീകരിക്കാതിരുന്നു എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ പോയറ്റിക് എന്ന് വിളിക്കുന്നത്. കാരണം അതുവരെ അക്കാഡമിക്കായിട്ട് ഇതാണ് ഭാഷ, നമ്മൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പറയുന്നത് അതാണ്, ഇതാണ് ഭാഷ. ഇപ്പം ഒരു ഘടനയെന്ന് പോലും പറയത്തില്ല, ഗാ കൂട്ടിയിട്ടാണ് പറയുക. ഘടന എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഗൗരവത്തിൽ ഭാഷയെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നിടത്താണ് സാറിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അതായത് സാറിനെ സജ്ജമാക്കുന്ന ഒരു ഘടകം അബോധപൂർവമാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ദളിതരെ കുറിച്ച് ഇന്റലക്ച്വലായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ദളിത് ക്രിസ്ത്യാനികൾക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ സമൂഹത്തിൽ വളരെ തിരസ്കൃതരായ ഒരാളും കൂടെ ഞാൻ ബൈ ബർത്ത് ഒരു പിയാഡിസുകാരനാണ്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ അപ്പച്ചൻ്റെ കൂടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. അപ്പച്ചൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്ന അപ്പച്ചൻ ഒരു ദളിത് ക്രിസ്ത്യാനി ആയിരുന്നു എന്നുള്ളതാണ്. കാരണം അതുവരെ നിലനിന്നിരുന്ന ഭാഷയിൽ എൻ്റെ ഭാഷ കാണാൻ പറ്റാതെ പോയി എന്ന് പറയുന്നത് അപ്പച്ചന് ഈ ഭാഷയെക്കുറിച്ചുള്ള ഒരു ധാരണ വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അപ്പച്ചന് വേണമെങ്കിൽ അതിപ്പോൾ എൻ്റെ വൈഫ് ഒരു CSI ക്രിസ്ത്യനാണ്. ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ആരും അതിനെ അങ്ങനെ കരുതരുത്. കാരണം ഇത്തരം ഒരു സ്ഥലത്തിൽ അതിനൊരു സ്കോപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവൾ CSI ക്രിസ്ത്യനാണ്. കഴിഞ്ഞ ദിവസം അവളുടെ അമ്മ മരിച്ചു പോകുന്നുണ്ട്. ഞാൻ അവരുടെ പള്ളിയിൽ പോയി പ്രാർത്ഥനയെ പങ്കെടുക്കുക. എനിക്കൊരു അപരിചിതത്വവും ഇല്ല അവിടെ. കാരണം ഞാൻ കേട്ടു വളർന്ന ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ വേർഷൻ ഞാൻ കേൾക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലാവുന്നത്. ഒറിജിനൽ വേർഷനാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു പിയാഡിസുകാരൻ ജന്മനാ ഉള്ള എൻ്റെ പിയാഡിസ് ബന്ധങ്ങളെ ഒന്നും ഞാൻ തിരസ്കരിക്കുന്നുമില്ല. അപ്പം അങ്ങനെ അപ്പച്ചൻ കണ്ടെത്തിയ ഒരു ഭാഷ പോലെ നമുക്കൊരു ഭാഷ ഒരു ഉണ്ടാവും എന്നൊരു തോന്നലിൽ നിന്നുകൊണ്ടാണ് സാർ അക്കാഡമിക്കായിട്ട് സംസാരിക്കുന്നത് എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അത് ഈ പറയുന്ന നിലനിന്നിരുന്ന ഭാഷകളിൽ ഉള്ളിൽ നിന്നൊരു ഭാഷയെ കണ്ടെത്താതെ സാറ് പറയുന്നതിനകത്ത് അതിനൊരു വായിക്കുന്ന ഒരാളെന്ന നിലയിൽ കുറേ നല്ല രസകരമായ ഒരു ഓതറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുക, അല്ലെങ്കിൽ വായിക്കുന്ന ഒരാൾക്ക് അപരിചിതമായ ലോകങ്ങളിൽ അല്ലെങ്കിൽ അയാൾക്ക് പരിചിതമായ ഒരു ലോകത്ത് അയാളെ കൊണ്ട് മുട്ടിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യതയും കൂടെ നല്ലൊരു ഓതറിന് ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. ഉദാഹരണം പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് റീഡിങ്ങിനെ കുറിച്ച് സാറ് എന്നെ സംബന്ധിച്ച് പക്ക ഒരു അക്കാഡമിക് പുസ്തകമാണ് ഹിസ്റ്ററി പറഞ്ഞു പോകുന്നത്. സാറ് പക്ഷെ പറയുമ്പോഴാണ് അത് ആ കാഴ്ചപ്പാടിൻ്റെ ഒരു ഭംഗിയാണ്. പ്ലാന്റേഷൻസിൽ അല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ യജമാനൻ എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്, ഞാൻ ആ പുസ്തകത്തിനകത്ത് വായിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ റെഫറൻസുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷെ എൻ്റെ ബുദ്ധിയിലേക്ക് അത് കയറി വരുന്നത് ആ സമയത്ത്. അല്ലെങ്കിൽ കാഫ്കയെ കുറിച്ച് പറയുന്നിടത്ത്, കാഫ്ക നമ്മുടെ മുമ്പിൽ വലിയൊരു ഇന്റലക്ച്വലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അയാള് ഒരു മൈനോറിറ്റി ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് പറയുകയും ഒരു മൈനോറിറ്റി ലാംഗ്വേജിനെ കുറിച്ച് ബോധം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു രേണു പറഞ്ഞത്, ഞങ്ങൾ വിളിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്, രേണു പറയുന്നത് പോലെ
ഒരു പ്രകാശം കൂടിയായിരുന്നു. മനസ്സിലാക്കണം, പ്രകാശം മുൻവിധിയോടുകൂടിയാണ് ഞാൻ പുസ്തകം വായിക്കാനിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു 1500 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത ആളെന്ന നിലയിൽ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. മുൻവിധിയാണ്, അത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നിടത്ത് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എന്നെ പ്രബന്ധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വെളിച്ചം തരുന്ന ഭാഷ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അത് സാറിന് ഞാൻ പറയുകയാണ്, എൻ്റെ പേഴ്സണൽ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിന്നോട് പറയുകയാണ്. അപ്പച്ചൻ കണ്ടെത്തിയ പോലെ ഒരു ഭാഷ കണ്ടെത്താൻ സാറിന് സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അത് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ, സാറ് പല സ്ഥലങ്ങളിലും സൈലന്റ് ആകുന്നു എന്ന് പറയുന്നത് സാറിന് ഇതിനോട് വലിയൊരു ഒരു കുറ്റം കൂടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പുറത്ത് ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുടെ ഭാഷ ഉപയോഗിക്കാൻ നമ്മളിപ്പോൾ പറയുമ്പോൾ ഞാൻ അതിൻ്റെ ടോൺ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് സാറിൻ്റെ ഒരു ടോൺ അല്ല, നിങ്ങളെ കാര്യം ബോധ്യപ്പെടുത്തലല്ല എൻ്റെ പറയുന്നതിൻ്റെ ഒരു ടോൺ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പുറത്ത് നമ്മളുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഭാഷ പലപ്പോഴും സാറിന് പാകമല്ല എന്നൊരു തോന്നല, അത് നമ്മൾ പിന്നാക്കം കൊണ്ടുപോകുന്നതാണ്. കാരണം പൊതുസമൂഹം നമ്മളെ അവരുടെ ഒപ്പമാണോ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ടോൺ അതായി മാറുമോ എന്നൊരു ഭയം സാറ് തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ് കൊണ്ടുവന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഈ പുസ്തകം വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത്, വായിക്കേണ്ടത് എഴുതാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ വായിക്കേണ്ട പുസ്തകമാണ്. കാരണം എങ്ങനെയാണ് നമുക്ക് ഭാഷ, ആ ഭാഷയെക്കുറിച്ചുള്ള സജിൻ്റെ ഇതിനെക്കുറിച്ച് സാറ് ഭാഷയിൽ തന്നെയാണ് വെച്ച് പഠിക്കുന്നത്. മറ്റൊന്ന് ഭാഷയെക്കുറിച്ച് തന്നെയുള്ള ഒരു ലേഖനമാണ്, അതിലുകളുടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു ലേഖനമാണ്. അത് എങ്ങനെയാണ്, അത് എനിക്ക് പറയാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് വടക്കൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു അധ്യാപിക എന്നെ വിളിക്കുന്നു. ഒരു പ്രശസ്തനായ ദളിത് എഴുത്തുകാരനെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ എന്നോട് പറയുന്നു, സുരേഷ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അതിൽ ഇത്ര മോശമായിട്ട് എങ്ങനെയാണ്, അത് എനിക്കും കൂടെ ബാധകമായ ഒരു കാര്യമാണ്. ഒരു വേദിയിൽ എങ്ങനെയാണ് ഇങ്ങനെ മോശമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നത്, ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ പ്രശ്നം നേരിടുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നു. കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ കൂടി എങ്ങനെ ഒരു ഭാഷ എനിക്ക് എൻ്റെതായ ഒരു ഭാഷ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു ഭാഷയ്ക്ക് അതിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാമോ, അല്ലെങ്കിൽ എൻ്റെതായ ഒരു ഭാഷ എനിക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എൻ്റെ ആശയം മുന്നോട്ട് വെക്കാമോ എന്നൊരു പ്രശ്നം അദ്ദേഹം നേരിട്ടത് കൊണ്ടാണെന്നാണ് ഞാൻ അവരോട് മറുപടി പറഞ്ഞത്. അയാളെ ഞാൻ കുറ്റപ്പെടുത്താനല്ല ശ്രമിച്ചത്. മറ്റൊന്ന്, അടുത്ത കാലത്ത് ഇപ്പം ഞാൻ ആ പുസ്തകത്തിൻ്റെ പേര് അതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മുൻവിധിയോടുകൂടി പുസ്തകം വായിക്കുന്ന മലയാളത്തിൽ അംബേദ്കറെ കുറിച്ച് തർജ്ജമ ചെയ്ത് വന്നിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. വാസ്തവത്തിൽ അംബേദ്കറുടെ ആശയങ്ങളോട് ഒരു എത്ര തരത്തിൽ അത് മലയാള ഭാഷയിലേക്ക് നീതി പുലർത്തുന്ന തരത്തിൽ ഇംഗ്ലീഷ് വായിക്കുന്ന ഒരാളാണ് നമുക്ക് വലിയ പ്രശ്നം തോന്നും. കാരണം ഈ മലയാള പുസ്തകമാണ് വായിക്കുന്ന ഒരാൾക്ക് അംബേദ്കർ വളരെ പരിമിതമായ വിഭവമുള്ള ഒരാളാണോ എന്ന് അത് കുറ്റമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത ചെറുപ്പക്കാരെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്, അടുത്ത തലമുറ ശ്രമിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മാതൃകയാക്കാവുന്ന പുസ്തകങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ഭാഷയെക്കുറിച്ചുള്ള ലേഖനം വായിച്ചാൽ തന്നെ അത് മനസ്സിലാവും എങ്ങനെയാണ് ഒരു വിഷയം. സാർ എനിക്ക് തോന്നുന്നത് പ്രസന്റേഷന് വേണ്ടി സാർ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്, അല്ല ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ല, കാഫ്കയെ കുറിച്ച് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് റീഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ റെഫറൻസുകൾ അത് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സാഹിത്യ സംബന്ധമായ ഇഷ്ടംപോലെ വിയോജിപ്പുകൾ നമുക്ക് വേണമെങ്കിൽ പുലർത്താമെങ്കിൽ ഒരു സ്വതന്ത്രമായ ഭാഷ, അത് ഞാൻ പറഞ്ഞതിൽ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് ശരിക്കും ഭാഷയായിട്ട് ഉപയോഗിക്കേണ്ടത് ഞാൻ അങ്ങനെ ഒരാളാണെന്ന് വിശ്വസിക്കുന്നതാണ്. പരമ്പരാഗതമായ ഭാഷാ സങ്കല്പങ്ങളിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് അല്ലെങ്കിൽ ഭൗതികമായി നമ്മളെ സ്വാധീനിക്കാവുന്ന ഭാഷാ സങ്കല്പങ്ങൾ, അത് രണ്ടർത്ഥത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒന്ന് സാറ് പറയുന്നത് ആദ്യം ആമുഖമായിട്ട് സൂചിപ്പിക്കുക സവർണ ഭാഷയിൽ നിന്നും, പിന്നെ അതിനെ വളരെ ബോധപൂർവം ഉപയോഗിച്ച വള്ളത്തോളിൻ്റെ സാറ് യുവസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളത്തോളിൻ്റെ ഒരു കവിതയുടെ ആമുഖമായിട്ട് സ്ത്രീ എന്ന് പറയുന്ന ഒരു കവിതയ്ക്ക് ആമുഖം എഴുതിയതും EMS ആണ്. EMS അത് എഴുതുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷ നമ്മളിന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഭാഷയല്ല ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന വർഗം ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് വായിക്കുന്ന ഒരാൾക്ക് ഇത് എൻ്റെ വീട്ടിലെ സ്ത്രീയാണ് അല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം അങ്ങനത്തെ ഒരു ഭാഷയെ മറികടക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് ഈ പുസ്തകം എനിക്ക് അല്ലെങ്കിൽ അനുഭവപ്പെട്ടത്.